ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി രൂപപ്പെട്ടു. പിന്നീട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ചെറുജീവികൾ അഥവാ മൈക്രോ ഓർഗാനിസം സമുദ്രങ്ങളിൽ രൂപപ്പെട്ടു. പിന്നീട് മത്സ്യങ്ങൾ, റെപ്റ്റൈൽസ്, സസ്തനികൾ തുടങ്ങിയ ജീവികൾ വികസിച്ചു. അതിൽ സസ്തനികളിൽ നിന്നാണ് കുരങ്ങിനോട് സാമ്യമുള്ള ജീവികൾ അഥവാ പ്രിമറ്റസ് രൂപപ്പെട്ടത് എന്ന് പരിണാമ സിദ്ധാന്തത്തിലൂടെ ഡാർവിൻ പറയുന്നു. ഹോമോ ഇറക്ടസ്, നിയാണ്ടർത്താൽ എന്നീ രൂപങ്ങളിലൂടെ മനുഷ്യൻ ഇന്ന് കാണുന്ന ഹോമോ സാപ്പിയൻസ് ആയി രൂപാന്തരം പ്രാപിച്ചു. പിന്നീടവർ കാലാവസ്ഥാ മാറ്റങ്ങൾ, ഭക്ഷണത്തിനായുള്ള തിരച്ചിൽ, പുതിയ താമസ സ്ഥലം എന്നിവയുടെ കണ്ടെത്തലിലൂടെ ഇന്നത്തെ ആഫ്രിക്ക എന്ന് വിളിക്കുന്ന വൻകരയിൽ നിന്നും പുറത്തേക്ക് വരുവാൻ പ്രേരിതർ ആയി. ആദ്യമവർ മധ്യപൂർവ പ്രദേശത്ത്, അതായത് മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് ചിലർ ഏഷ്യയിലേക്കും മറ്റു ചിലർ യൂറോപ്പിലേക്കും പോയി. യൂറോപ്പിലെത്തിയപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്ന നിയാണ്ടർത്താൽ വർഗക്കാരുമായി സമ്പർക്കത്തിൽ ആയി. ഇരുവർഗങ്ങളും തമ്മിൽ കലർന്ന് എന്നതിന് തെളിവുകൾ DNA പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ എത്തപ്പെട്ടു. പിന്നീട് ഐസേജ് സമയത്ത് സമുദ്രനിരപ്പ് കുറഞ്ഞപ്പോൾ ഏഷ്യയിൽ നിന്ന് അലാസ്കയിലേക്കുള്ള കരയിടുക്ക് അഥവാ ബിയറിംഗ് ലാൻഡ് ബ്രിഡ്ജ് അതിലൂടെ അമേരിക്കയിലേക്ക് പടർന്നു. പിന്നീടുള്ള അവരുടെ ഏവരുടെയും ജീവിതം കഠിനകരമായി മാറി. മരുഭൂമികൾ, കാടുകൾ, ഹിമപ്രദേശങ്ങൾ എന്നിങ്ങനെയുള്ളയിടത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ കഴിവുള്ളവരായി മാറി അവർ. ഈ ജീവിതം അവരുടെ ബുദ്ധിശക്തിയും ആയുധ നിർമ്മാണ കഴിവും വർദ്ധിപ്പിക്കുവാൻ കാരണമായി. ഇങ്ങനെയാണ് മനുഷ്യന്റെ ആദ്യ യാത്രയുടെ ചരിത്രം.